ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം ഇല്ല എന്നുള്ളതാണ്. കോടതി നിർദ്ദേശിച്ചാൽ കേസ് ഏറ്റെടുക്കാമെന്ന നിലപാടിലാണ് CBI. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഇപ്പോൾ വിധി പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു CBI അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത്. CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയായിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് രാവിലെ 10:15 അല്പം മുമ്പാണ് ഈ കേസ് പരിഗണിച്ചത് എന്നുള്ളതാണ്. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയെന്നുമായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണം മാത്രമേ നടക്കൂ. ഈ സാഹചര്യത്തിൽ കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. TG സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് ആത്മഹത്യ തന്നെയാണ്. അതിൽ CBI വേണ്ട, ഞങ്ങളുടെ പോലീസ് അന്വേഷിച്ചോളാം എന്നുള്ളതായിരുന്നു. അങ്ങനെ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? CBI അന്വേഷണമില്ല, എന്തായാലും അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുന്നു. CBI അന്വേഷണമില്ല എന്നതാണ് കോടതിയുടെ തീരുമാനമുണ്ടാവുന്നത്. കുടുംബത്തിന്റെ ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല. സംസ്ഥാന ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തന്നെ തുടരും. CBI അന്വേഷണം ആവശ്യമില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതി അംഗീകരിച്ചു എന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം. ജസ്റ്റിസ് കൗസർ എടപ്പഴകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് വിധി ഉണ്ടാവുന്നത്. നേരത്തെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചനകൾ നടന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല, CBI പോലെയുള്ള ഏജൻസികൾ വേണം എന്നതായിരുന്നു കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് അവർ കോടതിയിലെത്തി നിയമ പോരാട്ടത്തിലൂടെ കൂടി തന്നെ ഇത് സാധിച്ചെടുക്കാൻ ശ്രമിച്ചത്. കോടതി ഒരു ഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിനോട് നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു. CBI അന്വേഷണം വന്നതുകൊണ്ട് എന്തുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ വിധി പറയുമ്പോൾ CBI അന്വേഷണം ഇല്ല എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് വരുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും തീരുമാനമുണ്ടാവുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തന്നെ തുടരാമെന്ന തീരുമാനമാണ് കോടതിയിൽ നിന്നും വരുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കുടുംബത്തിന്റെ ആവശ്യം നവീൻ ബാബുവിൻ്റെത് കൊലപാതകമാണ് എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം, സൈത്ത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം, അതും DIGയുടെ നേതൃത്വത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തെ കോടതി അംഗീകരിക്കുന്നില്ല. കുറച്ചുകൂടി വലിയൊരു സംഘത്തിലേക്ക്, ഗൗരവമുള്ള അന്വേഷണത്തിലേക്ക് പോകണമെന്നുകൂടി കോടതി ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും നിലവിലെ അന്വേഷണം തന്നെ തുടരും എന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് നിലവിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ SI ടീമിനെ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ സംഘത്തിന്റെ അന്വേഷണം അതേ രീതിയിൽ തന്നെ തുടരുമെന്നതാണ് പ്രധാനമായും കോടതിയുടെ നിരീക്ഷണം. നമുക്ക് ഈ കുടുംബത്തിന്റെ വാദത്തിലേക്ക് പോകുമ്പോൾ കുടുംബം ഉന്നയിച്ചത് ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം അവർ ഉന്നയിക്കുന്നുണ്ട്. നിരവധി സംശയകരമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ നവീൻ ബാബുവിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അന്വേഷണ സംഘത്തിന്റെ, അപ്പോൾ പോലീസിന്റെ പല നീക്കങ്ങളും സംശയകരമാണ്. വലിയ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് അവർ പോയത്. ഒപ്പം നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ ഒപ്പം നിന്ന സർക്കാർ പിന്നീട് അതേ താല്പര്യം പ്രകടിപ്പിച്ചില്ല. പ്രത്യേകിച്ച് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം സർക്കാർ നിലപാട് മാറ്റുന്നു എന്ന സംശയമൊക്കെ ഈ കുടുംബം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ വാദങ്ങളൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ സംസ്ഥാന സർക്കാരിനോടും നിരവധി സംശയങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് CBI അന്വേഷണത്തിലേക്ക് പോകുമോ എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ കോടതി വിധി പറയുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനം തന്നെയാണ് വരുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് ആശ്വാസകരമാണ്. അതല്ലെങ്കിൽ CPI നേതൃത്വത്തെ സംബന്ധിച്ച് കൂടുതൽ ആശ്വാസകരമാണ്. കാരണം CBI അന്വേഷണം വന്നാൽ ഈ അന്വേഷണത്തിന്റെ മറ്റ് സാധ്യതകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ വിമർശനങ്ങളും വെല്ലുവിളികളും ഉണ്ടാകുമായിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കാമെന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വരുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ നിർണായകമാണ്. കാരണം ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ അപ്പീലിന് പോകാൻ നീക്കമുണ്ടോ, അത്തരം നീക്കങ്ങളിലേക്ക് കുടുംബം വരുമോ, അതല്ല ഇപ്പോഴത്തെ ഹൈക്കോടതി തീരുമാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് വേണ്ടി അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അറിയേണ്ടത്. എന്തായാലും CBI അന്വേഷണം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന പ്രധാനപ്പെട്ട തീരുമാനം വരുന്നു. അത് വളരെ കുടുംബത്തിന് വലിയ തിരിച്ചടിയാണ്. കാരണം കുടുംബത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ കൊലപാതകമാണെന്നും അത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി എന്നുമൊക്കെയുള്ള സംശയം കുടുംബം മുന്നോട്ട് വെച്ച പശ്ചാത്തലം എന്നോട് ചേർത്ത് വെക്കണം. അത് കോടതി ആ കണ്ടെത്തൽ അല്ലെങ്കിൽ ആ ഒരു വാദം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അന്വേഷിക്കരുത് എന്ന ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണം മാത്രമേ നടക്കൂ എന്നും സ്വതന്ത്ര ഏജൻസി, അതായത് കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ സെൻട്രൽ ടീമിന്റെ ഒരു ഏജൻസി അന്വേഷിക്കണം എന്നുമുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പോൾ
മാറ്റി ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. ഏറ്റവും പുതിയ വിവരം മേൽനോട്ട ചുമതല കണ്ണൂർ DIGക്ക് എന്നുള്ളതാണ്. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണം തുടരാം, അതിന്റെ മേൽനോട്ട ചുമതല കണ്ണൂർ DIGക്ക് നൽകണം എന്ന ഉത്തരവ് കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും CBI അന്വേഷണമില്ല, ആ ഹർജി തള്ളിയിരിക്കുന്നു. പക്ഷേ കുറച്ചുകൂടി ഗൗരവതരമായ അന്വേഷണം വേണം ഈ വിഷയത്തിൽ. കുടുംബത്തിന്റെ ആവശ്യമടക്കം പരിഗണിക്കണം. സഹിത ഇനി മനസ്സിലാക്കേണ്ടത് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമ്മോടൊപ്പം ചേരുന്നു. CN പ്രകാശ്, തള്ളിയിരിക്കുന്നു, പക്ഷേ ചില നിർദ്ദേശങ്ങളുണ്ട്. DIG അന്വേഷിക്കണം, അതും കണ്ണൂർ DIGക്ക് മേൽനോട്ട ചുമതല ഉണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തള്ളിയിട്ടുണ്ട്. നിലവിൽ തള്ളിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഹർജി തള്ളുന്നതിനൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധിന്യായത്തിൽ. പ്രധാനമായും പറയുന്നത്, നിലവിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാം, പ്രത്യേക അന്വേഷണ SITക്ക് അന്വേഷണം തുടരാം, പക്ഷേ അതിന്റെ മേൽനോട്ട ചുമതല കണ്ണൂർ DIG വഹിക്കണം എന്ന് പറയുന്നുണ്ട്. പരിധിക്കുള്ളിൽ തന്നെ ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കണം എന്നും പറയുന്നുണ്ട്. അതിന്റെ ടൈം ലിമിറ്റ് സംബന്ധിച്ച ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണ് എന്നായിരുന്നു ഈ ഹർജിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായി അന്വേഷണം നടക്കൂ എന്നും ഈ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പ്രധാനമായും ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കോടതി പറഞ്ഞാൽ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBIയും ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അപൂർവ സാഹചര്യത്തിൽ മാത്രമേ CBI അന്വേഷണം ആവശ്യമുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ടം ചുമതല നൽകിയാൽ മതിയോ എന്നും നേരത്തെ വാദത്തിനിടെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ തെളിവുകൾ വേണമെന്നും വാദത്തിനിടെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി തള്ളിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാം, അതിന്റെ മേൽനോട്ട ചുമതല DIGയുടെ നേതൃത്വത്തിൽ വേണം. പക്ഷേ ഈ കുടുംബം ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എല്ലാം വളരെ ഗൗരവമായി തന്നെ അന്വേഷിക്കണം എന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നുണ്ട്. രഞ്ജിത്ത്, അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നിർണായകമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സഹിत ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത് കുടുംബത്തിന്റെ ഇനിയുള്ള നീക്കം അതെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരുപക്ഷെ അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള പശ്ചാത്തലമുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്, ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ വേണമെങ്കിൽ അത്തരത്തിൽ നിയമ നടപടികൾ തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ. അത് തീരുമാനം വന്നു കഴിഞ്ഞു, അപ്പീൽ നൽകും. അതെ, കുടുംബത്തിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ, വ്യക്തമാക്കുന്നു തങ്ങൾ അപ്പീലുമായി മുന്നോട്ട് പോകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ CBI അന്വേഷണ ആവശ്യവുമായി കോടതിയിൽ സമീപിച്ചത്. അതുകൊണ്ട് മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആദ്യ പ്രതികരണം. എന്തായാലും കുടുംബവും നിയമ പോരാട്ടവുമായി മുന്നോട്ട് എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഇനിയുള്ള സാധ്യത. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നതാണ്. സ്വാഭാവികമായും ആ നീക്കം വേഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും CBI അന്വേഷണമില്ല എന്ന തീരുമാനം വരികയാണ്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച കേസ് അന്വേഷണത്തിന്റെ പുരോഗതികൾ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കോടതി ആ അന്വേഷണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തീരുമാനം ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ അപ്പീൽ പോകുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, അവർക്ക് അതിനുള്ള നിയമപരമായ വഴികൾ ഉണ്ട്. തൽക്കാലം സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മഞ്ജുഷ ആവർത്തിക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കുടുംബം എപ്പോഴും പറയുന്നു. അവർക്ക് CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചാൽ നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിലപാട് എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം, പ്രത്യേക കുടുംബത്തിന്റെ ആശങ്കകൾ കേൾക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനകത്ത് പറയുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേക സംഘം അന്വേഷിക്കണം, അതിൽ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ ആശങ്കകൾ കേൾക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പക്ഷേ CBI അന്വേഷണം എന്ന ആവശ്യം കോടതി അംഗീകരിക്കുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം സജിത്ത്, തുടക്കം മുതൽ തന്നെ കുടുംബം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തിലെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം
നിരവധി സംശയങ്ങളുടെ പുറത്ത് അന്വേഷണം അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചിലർ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്, മറ്റു തലങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആദ്യം മുതൽ തന്നെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നുവല്ലോ ഈ ഹർജി. തീർച്ചയായിട്ടും അതാണ് രഞ്ജിത്ത് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് മുന്നോട്ട് പോയുള്ള സർക്കാർ തീരുമാനത്തിൽ പോലും അതിന്റെ തുടർ നടപടികളിൽ പോലും തുടരുക. ഇപ്പോൾ സണ്ണി ജോസഫ് MLA ടെലിഫോൺ ലൈനുണ്ട്. സണ്ണി ജോസഫ്, സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല, അത് സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്ന പോലീസാണ് എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. പക്ഷേ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. CBI അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. അവർ അപ്പീലിന് പോകാനും ഒരുങ്ങുകയാണ്. എന്താണ് താങ്കളുടെ നിലപാട്? അതില് ഇനി നിയമ പോരാട്ടം തുടരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ ഗവൺമെന്റും പോലീസും രാഷ്ട്രീയ നിയന്ത്രണങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വിധേയമാണെന്നത് നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ കേസിലെ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ഭരണകക്ഷിയുടെ പ്രമുഖ നേതാക്കന്മാരാണ് പോയത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ പോയത്. മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആക്ഷേപിക്കാനാണ് ജയരാജന്മാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിന് വിധേയമാകുന്ന പോലീസിനേക്കാൾ കുറെ കൂടി ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് CBIക്ക് വിടുന്നതായിരുന്നു നല്ലത്. കോടതി വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതാണ് സാഹചര്യം. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. സൈത്ത് തുടരാം. രഞ്ജിത്ത്, തീർച്ചയായും അതായത് കുടുംബം നേരത്തെ ഉന്നയിച്ചത് ഈ നവീൻ ബാബുവിന്റെ മരണവും തുടർന്നുള്ള പ്രത്യേക അന്വേഷണത്തിന്റെ സംഘത്തിന്റെ നീക്കങ്ങളിലൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നതായിരുന്നു കുടുംബത്തിന്റെ ആക്ഷേപം. ഇത് പലവട്ടം അവർ ഉന്നയിച്ചതാണ്. ആദ്യഘട്ടത്തിൽ സർക്കാരും CPM നേതൃത്വവും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടെങ്കിൽ കൂടിയും കുടുംബത്തിന് പിന്നീട് ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് ഇത്തരമൊരു നിയമ പോരാട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കുടുംബത്തെ എത്തിച്ചത്. PP ദിവ്യയുടെ ജാമ്യം കിട്ടിയതിന് ശേഷം, അവർ പുറത്തിറങ്ങിയതിനു ശേഷം CPM നേതൃത്വവും സർക്കാരും നടത്തുന്ന നീക്കങ്ങളിൽ വലിയ സംശയം കുടുംബം പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നവീൻ ബാബുവിന്റെ മരണം അതൊരു ആത്മഹത്യ അല്ല എന്ന് കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് അവരുടേതായ കാരണങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇതൊരു ആത്മഹത്യ എന്നൊരു നിഗമനം മുൻകൂട്ടായി തന്നെ നടത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ആ സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ല. ഇതാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഈ നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് ഇടവെച്ച ഗൂഢാലോചന, അതിൽ മറ്റുള്ളവർക്ക് പങ്ക് എത്രമാത്രമുണ്ട്, അത് സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് പോകണം. PP ദിവ്യ നടത്തുന്ന ഒരു പരാമർശം മാത്രമല്ല, അതിന് മുമ്പും അതിന് പിമ്പുമായി നടക്കുന്ന പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇതൊക്കെ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപമാണ്. ഇത് പലപ്പോഴും അവർ മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹർജിയിലും ഇതിൽ ചില പരാമർശങ്ങൾ അവർ നടത്തുകയും ചെയ്തു. എന്തായാലും കോടതി അത് അംഗീകരിക്കുന്നില്ല. ഇത് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സംസ്ഥാന സർക്കാരിനോടും പ്രോസിക്യൂഷനോടും ഒപ്പം തന്നെ ഈ കുടുംബത്തിന്റെ അഭിഭാഷകരോടും കോടതി നിരവധി സംശയങ്ങൾ മുന്നോട്ട് വെച്ചു. എന്തുകൊണ്ടാണ് CBI അന്വേഷണം ആണെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? എന്തുകൊണ്ടാണ് CBI വന്നാൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നു? കുടുംബം അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ കാരണം കോടതി മുന്നോട്ട് വെച്ച ഒരു സംശയം അതാണ്. മറ്റൊരു കാര്യം, നിലവിലുള്ള അന്വേഷണ രീതികൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്ന കാര്യം സംസ്ഥാന സർക്കാരും ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘവും വിശദമായ ഒരു അഫിഡവിറ്റ് നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വിധി പറയുന്നത്. എന്തായാലും CBI അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നതാണ്. കുടുംബം നിയമ പോരാട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് തുടർ നിയമ പോരാട്ടം, അപ്പീൽ നടപടികളാണ് അവർക്ക് മുന്നിലുള്ളത്. സ്വാഭാവികമായും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും. രഞ്ജിത്ത്, ഒരു കാര്യം കൂടിയുള്ളത്, ഈ കുടുംബം വീണ്ടും നിയമ പോരാട്ടം നടത്തും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിനെ കൂട്ടി വായിക്കേണ്ട രാഷ്ട്രീയ വിവാദവും ചെറുതായിരിക്കില്ല. കാരണം സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. സ്വാഭാവികമായും നിയമ പോരാട്ടം എന്ന് പറയുന്നത് അതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ കുടുംബത്തിന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബവും പ്രതിപക്ഷവും ഒരു വശത്ത്, മറുവശത്ത് സർക്കാരും CPM നേതൃത്വവും ആ തരത്തിലേക്ക് വിവാദം മാറുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവും. എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം കൂടി ഈ വരുന്ന മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. MV ജയരാജൻ അടക്കം PP ദിവ്യ അടക്കമുള്ള നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുമോ എന്നതും പ്രസക്തമായ കാര്യമാണ്. പ്രത്യേക അന്വേഷണ സംഘം തന്നെ മതി എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ഇപ്പോൾ കോടതി അംഗീകരിക്കും.
സർക്കാരിന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിജയമാണ്. കാരണം CBI അന്വേഷണമില്ല, സർക്കാരിന്റെ സംഘം അന്വേഷിക്കട്ടെ എന്ന് കോടതി പറയുന്നു. കണ്ണൂർ DIGയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മേൽനോട്ടം വഹിക്കാം, കണ്ണൂർ DIGക്ക് മേൽനോട്ടം വഹിക്കാം എന്നാണ് കോടതി ഉത്തരവിലുള്ളത്. പക്ഷേ കുടുംബത്തിന്റെ പരാതികൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അത് അന്വേഷണ സംഘം കേൾക്കണം എന്ന പ്രധാനപ്പെട്ട ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് കോടതി. അത് പ്രധാനമാണ്. കാരണം കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട്, കുടുംബത്തിലെ വാദങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ കേൾക്കുകയും അന്വേഷിക്കുകയും വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോടതി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നിയമ പോരാട്ടം തുടരും. അതായത് അപ്പീൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും കുടുംബം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഡിവിഷൻ ബെഞ്ചിലേക്ക് ഒരുപക്ഷെ കുടുംബം പോയേക്കാം നിയമ നടപടികളുമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും CBI അന്വേഷണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBI വരില്ല നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ തൽക്കാലത്തേക്ക്. കാരണം ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് എന്തായിരിക്കും എന്നതുകൂടി വന്നതിന് ശേഷം അപ്പീലുകൾ ഉണ്ടാകും. സ്വാഭാവികമായും സുപ്രീം കോടതിയെ വരെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് കുടുംബം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡിവിഷൻ ബെഞ്ചിലും അപ്പീൽ തള്ളിയാൽ അതൊരുപക്ഷെ സുപ്രീം കോടതിയിലേക്കുള്ള നിയമ പോരാട്ടമായി മാറിയേക്കാം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കുടുംബം ആരോപിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെയല്ലേ സാധ്യത സഹിത്ത്? കാരണം അവർക്ക് നിയമ നടപടികൾ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ഈ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന കാര്യത്തിൽ. അപ്പോൾ ഏറ്റവും പരമോന്നത കോടതിയിലേക്ക് പോലും നിയമ പോരാട്ടം പോകാം. തീർച്ചയായും ആ കുടുംബത്തിന്റെ നീക്കം കാണുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കരുതാം. ഇന്നത്തെ ഈ കോടതി വിധിയിൽ വായിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറം ഈ അന്വേഷണ മേൽനോട്ടത്തിന് കണ്ണൂർ റേഞ്ച് DIGയെ ചുമതലപ്പെടുത്തി എന്ന കോടതി തീരുമാനം കൂടിയാണ് പ്രധാനപ്പെട്ട വരുന്നത്. പക്ഷേ ഈ തീരുമാനം ആശ്വാസകരമല്ല എന്ന നിലപാട് കുടുംബം സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് കുടുംബത്തിന്റെ ആവശ്യം CBI അന്വേഷണം തന്നെയാണ്. പുതിയ ഒരു ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയതുകൊണ്ട് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തങ്ങൾ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. മേൽക്കോടതിയിൽ അതിനുള്ള സാധ്യതകൾ തേടുകയാണ്. എന്തായാലും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നു. അഭിഭാഷകരും ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തുകയാണ്. ഇനി അവർക്ക് മുന്നിലുള്ള നിയമ പോരാട്ടത്തിന്റെ അടുത്ത വഴി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നതാണ്. സ്വാഭാവികമായും ആ നടപടികൾ അവർക്ക് മുന്നിലുണ്ട്. അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകും. മുമ്പ് ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഈ PP ദിവ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കുടുംബം എടുത്ത കടുത്ത നിലപാട്. അന്ന് കടുത്ത നിലപാടുകളാണ് എടുത്തത്. കാരണം കൃത്യമായ പൊളിറ്റിക്കൽ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു. നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതാണ്. ഇതടക്കമുള്ള വലിയ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഈ CBI അന്വേഷണ ആവശ്യത്തിലും കുടുംബം അത്തരം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ സർക്കാർ ഞങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, സർക്കാരിൻ്റെ നീക്കങ്ങൾ സംശയകരമാണ്, ഇതൊക്കെ കുടുംബത്തിൻ്റെ പൊതു നിലപാടാണ്. അതുകൊണ്ട് CBI അന്വേഷണം ആവശ്യത്തിൽ ശക്തമായി നിന്ന് മുന്നോട്ട് പോവുക തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ കുടുംബത്തിൻ്റെ നീക്കം. ഈ വിഷയത്തിൽ CPM നേതൃത്വത്തിൻ്റെ പ്രതികരണം കൂടി പ്രസക്തമാകും എന്നതാണ്. കാരണം ഈ ഘട്ടം വരെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നതായിരുന്നു CPM നേതൃത്വം, പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പൊതുവിൽ സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചത് ഈ കുടുംബത്തിൻ്റെ നിലപാടുകൾക്കെതിരെയാണ്. അതായത് CBI അന്വേഷണം വേണ്ട എന്ന നിലപാടാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നും ഈ വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരും CPM നേതൃത്വവും എടുക്കുന്ന നിലപാടിന് ഭിന്ന നിലപാട് നവീൻ ബാബുവിൻ്റെ കുടുംബം സ്വീകരിക്കുമ്പോൾ അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്തായാലും CBI അന്വേഷണം ആവശ്യം പരിഗണിച്ചിട്ടില്ല. കണ്ണൂർ DIGയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകട്ടെ എന്നതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ ഇത് കുടുംബം അംഗീകരിക്കുന്നില്ല. അതാണ് സാഹചര്യം. ഏതായാലും കുടുംബം നിയമ പോരാട്ടത്തിനാണ്. ഇപ്പോഴും അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന നിലപാടിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും കൂടുതൽ നടപടികളിലേക്ക്, കൂടുതൽ നിയമ നടപടികളിലേക്ക് പോവുകയാണ്. മേൽക്കോടതികളിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഡിവിഷൻ ബെഞ്ചിനെ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ തന്നെ സമീപിച്ചേക്കാം. അതിനടക്കമുള്ള നിരവധി സാധ്യതകൾ കുടുംബം പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും CBI വരട്ടെ എന്ന് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഫൈനൽ അല്ലല്ലോ, മുമ്പോട്ട് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നു. ഹൈക്കോടതി പരിഗണിച്ചില്ല, അതാണല്ലോ ഉത്തരവിന്റെ ഉത്തരവ് വന്നിരിക്കുന്ന. ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല, അത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഹർജിയിൽ മേഡം ഉന്നയിച്ച ആവശ്യം കോടതി തള്ളുമ്പോൾ തന്നെ ഒരു മേൽനോട്ടത്തിന് റേഞ്ച് DIG ചുമതലപ്പെടുത്തുന്നുണ്ട്. അത് ആശ്വാസകരമല്ല, തൃപ്തികരമല്ല എന്നുള്ളതാണല്ലേ? തൃപ്തികരമല്ല എന്ന് തന്നെയാണ് കുടുംബം. മഞ്ജുഷയാണ് സംസാരിച്ചത്.
നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് സംസാരിച്ചത്. ഇപ്പോഴും തൃപ്തികരമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം തൃപ്തികരമല്ലാത്ത അന്വേഷണമാണ്. കാരണം തങ്ങൾക്ക് നിരവധി പരാതികളും ആവലാതികളുമുണ്ട്. കൊലപാതകം എന്ന് തന്നെ ഒരു പക്ഷേ അത്തരത്തിൽ ഉറപ്പിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നത് പ്രധാനമാണ്. കൊലപാതകം അന്വേഷിക്കേണ്ടത് കേരള പോലീസ് അല്ല. കേരള പോലീസ് സ്വാധീനത്തിന് വഴങ്ങുന്ന പോലീസാണ്. അവിടെ നമുക്കറിയാം ആരോപണ വിധേയയായ ആൾ പ്രധാനപ്പെട്ട CPM-ന്റെ കണ്ണൂരിലെ നേതാവാണ്. അവരുടെ സ്വാധീനത്തിന് ഒരു പക്ഷേ വഴങ്ങിയേക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യമാണ്. അവർക്ക് നിയമ പോരാട്ടം തുടരാനുള്ള എല്ലാ അവകാശവും അധികാരവുമുണ്ട്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്കുള്ള അപ്പീൽ പോകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിയമ പോരാട്ടം അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ തൽക്കാലം CBI അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത് എന്നുള്ളതാണ്.